നമസ്കാരം. എൻ്റെ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഞങ്ങളെ വിളിച്ച ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തപ്പോൾ വന്നിരുന്ന എല്ലാവർക്കും എൻ്റെ സ്വാഗതം. വെൽക്കം ടു ഓൾ. സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്നൊരു ചന്ദന കർഷകരുടെ ഒരു കൂട്ടായ്മ ഒരു വർഷത്തിന് മുമ്പ് രജിസ്റ്റർ ചെയ്യുകയും ഇന്ന് വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രൂപ്പ് ഫാമിംഗ് അസോസിയേഷനാണ്. ചന്ദന കർഷകരുടെ ഒരു അസോസിയേഷനാണ് സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. അത് പുൽപ്പള്ളി പാടിച്ചിറയിൽ ആണ് നമ്മുടെ കൃഷി ഉള്ള സ്ഥലം. അത് വയനാട് ജില്ലയിലാണ് നമ്മളത് ജില്ലാ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ വിളിച്ച് ചേർത്തിരിക്കുന്നത്, ഞാൻ ഈ കർഷക കൂട്ടായ്മയുടെ പ്രസിഡൻ്റാണ്. കർഷക കൂട്ടായ്മയുടെ സെക്രട്ടറിയാണ് ലിസിയാമ്മ സണ്ണി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഖജാൻജി മിസ്റ്റർ റാഫി മതിലകം, വൈസ് പ്രസിഡൻറ്റ് അനീഷ് പറവൂർ. ഞങ്ങൾ നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കളെ വിളിക്കാനുള്ള കാരണം, ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ടും ഭാവിയിലെ ഒരു വലിയ പ്രതീക്ഷയുമായി മുന്നോട്ട് വന്ന ഒരു സംരംഭത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു. ഏകദേശം 73ഓളം കർഷകരുള്ള ഒരു കൂട്ടായ്മയാണ്. തുടക്കം തന്നെ നമുക്ക് 73ഓളം കർഷക കൂട്ടായ്മയുണ്ട്. ഏകദേശം 350ഓളം പുതിയ കർഷകർ ഞങ്ങളുടെ കൂടെ ഈ കൃഷിക്ക് അസോസിയേറ്റ് ചെയ്യാൻ, ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരാൻ തയ്യാറായി നിൽക്കുന്ന ഈ ഒരു സമയത്താണ് ഈ കൃഷിക്കെതിരെ ഇങ്ങനെയൊരു വ്യാജ പ്രചരണം എന്ന് തന്നെ ഞാൻ പറയുകയാണ്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ ശൈലിയിൽ എനിക്കറിയില്ലെങ്കിലും എനിക്കൊരു കാര്യം അറിയാം. ഭൂവിഭവശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ മണ്ണിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കൃഷി ചന്ദനമാണ്. കാരണം ഏലത്തിൽ നിന്നും കുരുമുളകിൽ നിന്നും എന്ത് കിട്ടുമെന്ന് ഒരു ഇടുക്കിക്കാരനായി ഞാൻ 10-14 വർഷമായിട്ട് അതിൻ്റെ വിളവ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ വിളവ് തരുന്ന ഒരു കൃഷി എൻ്റെ മണ്ണിൽ ദൈവം സ്വന്തം അനുഗ്രഹിച്ച നാട്ടിൽ ചെയ്യാൻ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് ഏറ്റെടുക്കുകയും അത് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഞാൻ പത്രത്തിൻ്റെ പേരൊന്നും ഇവിടെ പരാമർശിക്കുന്നില്ല. വയനാട്ടിൽ ചന്ദന കൃഷി തട്ടിപ്പ്, അതായിരുന്നു ഹെഡിങ്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ, ആ പത്രത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് പേജിൽ, ഈ ഫ്രണ്ട് പേജിനൊക്കെ നല്ല പൈസയല്ലേ സാറേ? ചെറിയ പൈസയ്ക്കൊന്നും ഫ്രണ്ട് പേജ് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല കേട്ടോ. ഫ്രണ്ട് പേജിൽ തൊട്ട് താഴെ ഈ UN വിലക്കെന്നൊക്കെ എഴുതിയിരിക്കുന്ന ട്രംപിൻ്റെ US വിലക്ക് എന്ന് ഉള്ള ഒരു ന്യൂസിന് 2ാം സ്ഥാനവും ഇതിന് 1ാം സ്ഥാനവും കൊടുത്തത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷെ അതിൽ പറയുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, അതിനുപയോഗിച്ചിരിക്കുന്ന ചിത്രം. ആ ചിത്രം ഞങ്ങളുടെ പ്ലാന്റേഷനിലെ ചിത്രമാണ്. ഒരു മാധ്യമധർമ്മം എന്ന രീതിയിൽ ആ ചിത്രം ഉപയോഗിക്കുമ്പോൾ ഒരു കർഷക കൂട്ടായ്മ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ ആരോടെങ്കിലും ഒരു പെർമിഷൻ ചോദിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടോ മാധ്യമത്തിൽ? എനിക്കറിയില്ല. മാധ്യമധർമ്മത്തിൽ അങ്ങനെ ഉണ്ടോ സാറേ? ഇല്ല. ഓക്കെ, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഒന്നത് ചെയ്തില്ല. അപ്പോൾ കർഷക കൂട്ടായ്മയിൽ എൻ്റെ നേരെ, അല്ലെങ്കിൽ ഈ ഭരണസമിതിയിൽ ഇരിക്കുന്ന ആളുകളുടെ നേരെ ഉയർന്നു വന്ന ഒരു വലിയ ചോദ്യം ഇതായിരുന്നു: എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ ഇതിൽ പ്രവേശിപ്പിച്ചത്? കാരണം നമ്മളുടെ പേരിൽ സ്വന്തം പണം കൊടുത്ത് മേടിച്ച് നമ്മൾ കൃഷി ചെയ്യുന്നു. ഇതിനെതിരെ എന്തിനാണ് ഇങ്ങനെയുള്ള നമ്മുടെ ഫോട്ടോകൾ കൊടുത്തത് എന്നാണ് ചോദിച്ചത്. പക്ഷേ ഇത് ഞങ്ങൾ ആരും അവർക്ക് കൊടുത്ത ഫോട്ടോയല്ല, അവർ അനധികൃതമായി വന്ന് എടുത്തൊരു ഫോട്ടോയാണ്. അപ്പോൾ അതിൽ ഞങ്ങൾക്കൊരു പ്രതിഷേധമുണ്ട്. രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് മറ്റൊരു 30 വർഷം മുമ്പ് നടന്ന ഒരു തട്ടിപ്പിനെ ഞങ്ങളുമായിട്ട് കൂട്ടിക്കെട്ടി. അത് ഇച്ചിരി സങ്കടമുള്ള കാര്യമാണ്. കാരണം 30 വർഷം മുമ്പ് നടന്ന തട്ടിപ്പ് എന്താണെന്ന് അവർക്കറിയില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അതോ എന്ത് ഗൂഢ ഉദ്ദേശമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഞങ്ങൾക്കത് കൂടുതൽ വേദന ഉണ്ടാക്കി. കാരണം കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ പണം തട്ടിച്ച ഒരു
പ്രൊജക്റ്റിനോട് സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റിനെ ചേർത്ത് വയ്ക്കുമ്പോൾ ഉള്ള സങ്കടം നിസ്സാരമല്ല. കാരണം സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് എഡ്യൂക്കേഷനും ചേർന്നുകൊണ്ട് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള IWST ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് സാൻഡൽവുഡ് റിസർച്ച് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുകയും 2014 ആ റിസർച്ച് റിപ്പോർട്ടുകൾ, ആ റിസർച്ചിൽ കണ്ടെത്തിയ ചന്ദന സീഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, സാപ്ലിംഗ് എങ്ങനെ ഉണ്ടാക്കാം, എന്ത് കൃഷി രീതിയാണ് അവലംബിക്കുന്നത്, എത്ര കാലം കൊണ്ട് ഇത് ഹാർവസ്റ്റ് ചെയ്യാൻ സാധിക്കും, ഹാർവസ്റ്റ് ചെയ്യുന്ന സാൻഡൽവുഡിൽ നിന്ന് എന്ത് മൂല്യമുണ്ടാകും, മൂല്യവർദ്ധിത ഉൽപ്പന്നമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ഒരു വെബ്സൈറ്റ് മുഖേന, വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ സാൻഡൽവുഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന വെബ്സൈറ്റ് മുഖേന ലോകം മൊത്തം എൻ്റെയും നിങ്ങളുടെയും മൊബൈൽ ഫോണിലേക്ക് 10-11 വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിരുന്നു. ആ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ 4 സ്റ്റേറ്റുകളിലേക്ക്, കേരള, കർണാടക, ആന്ധ്ര, തമിഴ്നാട് എന്ന 4 സ്റ്റേറ്റുകളിലേക്ക് ചന്ദന കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കൃഷി രീതികളെക്കുറിച്ച് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട് കേരളത്തിൽ ആരും ഏറ്റെടുത്തില്ല. 3 സ്റ്റേറ്റുകളിൽ, കർണാടക, ആന്ധ്ര, തമിഴ്നാട്ടിൽ ഏറ്റെടുത്തു. അവരത് വിജയകരമായി കൊണ്ടുപോയ സക്സസ്ഫുള്ളായ കുറച്ച് സ്റ്റോറീസ്. സക്സസ്ഫുള്ളായ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ സാൻഡൽവുഡ് IWSTയുടെ കൾട്ടിവേഷൻ സിസ്റ്റത്തോടു കൂടി അർബൻ ഫാർമേഴ്സ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ചെറുകിട ചന്ദന കർഷകരുടെ കൂട്ടായ്മ. ഞാനിവരെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. കാരണം ഞാനും ഒരു കേരളത്തിലൊരു ചെറുകിട ചന്ദന കർഷകരുടെ കൂട്ടായ്മയിലെ ഒരു വ്യക്തിയാണ്. ഇവർ വിജയകരമായി സക്സസ്ഫുൾ സ്റ്റോറീസാണ് ഇവരുടെ വെബ്സൈറ്റിലുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് തെറ്റാണെന്നാണ് ഈ പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. പറയുന്ന പോയിന്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്കിതിങ്ങനെ പറയാൻ അത്ര പ്രാഗൽഭ്യമില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ സാറേ? ഓക്കെ, റൈറ്റ്. ഈ പത്രത്തിൽ എഴുതിയിരിക്കുന്ന മറ്റൊരു ആരോപണം 30 വർഷം കൊണ്ടേ ചന്ദനം വളരുകയുള്ളൂ. ആരോപണത്തിന് അടിസ്ഥാനമായി ആ ഒരു പത്ര റിപ്പോർട്ടർ അടിസ്ഥാനമാക്കിയ രേഖ ഇവിടുത്തെ മറയൂർ ഡിവിഷൻ ഓഫീസ് DFO അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 30 വർഷമെടുക്കും ചന്ദനം വളരാൻ. അദ്ദേഹം പറഞ്ഞത് നുണയല്ല, അദ്ദേഹം പറഞ്ഞത് നേരാണ്. പക്ഷേ അർബൻ ഫാർമേഴ്സ് പറയുന്നതും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ IWST എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ടീമും പറയുന്നത് 15 വർഷം കൊണ്ട് ചന്ദനം വെട്ടാൻ പാകമാകും. ഞങ്ങളേത് വിശ്വസിക്കണം? ഞങ്ങളേത് വിശ്വസിക്കണമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, ഞങ്ങൾ വിശ്വസിക്കുന്നത് അർബൻ ഫാർമേഴ്സിൻ്റെയും IWST ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ഈ കൃഷി ഏക്കർ കണക്കിന് പ്ലോട്ട് കണക്കിന് ചെയ്തു കൊടുക്കുന്ന പല കമ്പനികളുടെയും കൾട്ടിവേഷൻ സിസ്റ്റം ഫോളോ ചെയ്ത് അത് പഠിച്ച് മനസ്സിലാക്കി ഏത് സ്പീഷീസ് ആണെന്ന് പഠിച്ചു, ഏത് രീതിയിലുള്ള കൾട്ടിവേഷൻ സിസ്റ്റമാണ് വേണ്ടത്, ഏത് രീതിയിലുള്ള സെക്യൂരിറ്റി സിസ്റ്റമാണ് വേണ്ടത്. 2017 സ്മാർട്ട് ഫോറസ്റ്റ് എന്നൊരു പദ്ധതി സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നു. വിലയുള്ള മരങ്ങൾ, സ്പീഷ്യസ് ആയിട്ടുള്ള മരങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ്. ഹിറ്റാച്ചി ഇന്ത്യ ലിമിറ്റഡുമായിട്ട് കൈകോർത്തുകൊണ്ട് ആ പദ്ധതി കേരളത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇന്ന് കേരളത്തിൽ കൊണ്ടുവരുന്നത് സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് മാത്രം, ഒരു ചെറിയ സംഘടനയ്ക്ക് മാത്രം ചന്ദന കൃഷിയുടെ നിയമങ്ങളെ മാറ്റാൻ സാധിക്കില്ല. കാരണം കാലാനുസൃതമായ ഗവൺമെൻറ് കടന്നു വന്നപ്പോൾ ചില നിയമങ്ങളൊക്കെ ലഘൂകരിക്കപ്പെട്ടു. നമുക്കെല്ലാം അറിയാം. ഇത് ലാസ്റ്റ് വന്നത് ഒക്ടോബർ 2024 ഒക്ടോബർ 11 മന്ത്രിസഭ കൂടി തീരുമാനമെടുത്തു, ചന്ദനമരം മുറിക്കാം എന്നുള്ള തീരുമാനങ്ങൾ വരെ വന്നു. അതുപോരാ, ഇനിയും കുറേ നിയമങ്ങൾ നമുക്ക് ഈ കൃഷി ലഘൂകരിച്ച് കിട്ടേണ്ടതുണ്ട്. കാരണം ആന്ധ്രയിലും കർണാടകയിലും 2000 കാലഘട്ടത്തിൽ 2010 ഈ നിയമങ്ങളെല്ലാം ലഘൂകരിച്ച് കിട്ടിക്കഴിഞ്ഞു. ഇത് ഒരു കമ്പനിയെ കൊണ്ടോ ഒരു പ്രൊജക്റ്റിനെ കൊണ്ടോ ഒരു ചെറിയ സംഘടനയെ കൊണ്ടോ സാധിക്കില്ല. ഒരു കൂട്ടം കർഷക സംഘങ്ങളെ കൊണ്ടും നിങ്ങളെപ്പോലുള്ള മീഡിയയുടെ കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കിത് സാധിക്കൂ. അതുകൊണ്ട് പല മാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാം, ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സഹകരിച്ചു പോകുന്നവരാണ്. അതിൽ ഈ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞാൽ 700 കർഷക സംഘമാണ്
1400 ഏക്കറിൽ ഇവർ 1500 ഏക്കർ എന്നൊക്കെയാണ് എഴുതിയത്. നമ്മുടെ പ്രൊജക്റ്റിൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ 1500 ഏക്കറിൻ്റെ പ്രൊജക്റ്റേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ഈ 100 ഏക്കർ എവിടെ നിന്ന് വന്നു എന്നൊന്നും അറിയില്ല. ഓക്കെ, ഈ 1500 ഏക്കറിൽ 28,000 പ്ലോട്ടിൻ്റെ ഒരു പ്രൊജക്റ്റൊക്കെ നമ്മൾ ഒരു കർഷക സംഘമായിട്ട് കൊണ്ടുവരുമ്പോൾ അതിൽ 700 കർഷക സംഘമുണ്ട്. എന്നെപ്പോലെ ഒരു 700 പ്രസിഡൻറ്റ്, 700 സെക്രട്ടറി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം തൊടുപുഴ കുറച്ച് സാൻഡൽവുഡ് പ്ലാന്റേഷൻ ചെയ്യുന്ന ആളുകളുമായിട്ട് വിസിറ്റ് ചെയ്തു. അവരോട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതിൻ്റെ കർഷകർക്ക് ഇതിനുള്ള അറിവ് കൊടുക്കുന്ന ക്ലാസ്സുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അവയർനെസ് ക്ലാസ്സുകൾ. എൻ്റെ ഒരു ക്ലാസ് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, സാറേ എൻ്റെ പ്ലാന്റേഷൻ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലാന്റേഷൻ വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഈ 6 അടി ഗ്യാപ്പിലാണ് ഈ തൈ വെച്ചിരിക്കുന്നത്. അപ്പോൾ അന്നേരം അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ക്ലാസ് കേട്ടിട്ടായിരുന്നെങ്കിൽ ഞാൻ അല്പം കൂടി ഗ്യാപ്പ് വെച്ചതിന്. പിന്നെ അദ്ദേഹം വെച്ചത് ഇത്തിരി വെള്ളക്കെട്ടുള്ള സ്ഥലത്താണ്. അദ്ദേഹത്തിന് നല്ല ചെരിഞ്ഞ ഭൂമി ഉണ്ടായിരുന്നു, അവിടെയും വെച്ചൻ. അപ്പോൾ കൃഷിക്കാർക്ക് അറിവ് കൊടുക്കുകയും ആ കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് ചന്ദനത്തിന് ഏറ്റവും മൂല്യം കിട്ടുന്ന അവസ്ഥയിലേക്ക് നിയമങ്ങൾ ലഘൂകരിക്കാനും വേണ്ടിയാണ് ഈ കർഷക സംഘത്തിൻ്റെ പ്രവർത്തനം. അതിൽ ഞങ്ങൾ നിങ്ങളെ വിളിച്ചു ചേർത്തത് തെറ്റിദ്ധാരണ പരത്തുന്ന ന്യൂസുകൾ വന്നതിൽ ഖേദം പ്രകടിപ്പിക്കാനും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളതിൻ്റെ സത്യം അന്വേഷിച്ച് കണ്ടെത്താനും അത് പൊതുജനത്തിന് മനസ്സിലാക്കി കൊടുക്കാനും. അഗ്രോ ഫോറസ്ട്രി സെക്ടറിൽ, സ്റ്റാൻഡിങ് ടിമ്പേഴ്സിൽ എൻ്റെ പൈതൃകം ചന്ദനമാണ്, നമ്മുടെ പൈതൃകം ചന്ദനമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇവിടെ പലരും ചന്ദന കൃഷിക്ക് റബ്ബർ എന്നുള്ളത് നമ്മുടെ മരമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ചന്ദന കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. അതിനെ തുരങ്കം വയ്ക്കുന്ന അല്ലെങ്കിൽ അത് എതിർക്കുന്ന രീതികളൊന്നും ഒരു രീതിയിലും നമ്മുടെ ഭൂവിഭവശേഷിയെ വർദ്ധിപ്പിക്കാനോ ഇന്ത്യ ഗവൺമെൻറ് പദ്ധതിയിലൂടെ GDP ഉയർത്തുവാനോ സാധിക്കില്ല. വ്യവസായ സൗഹൃദമായ സ്റ്റേറ്റായ കേരളത്തിൽ അതിന് നമ്മൾ ഓരോ വ്യക്തികളും ഒരേപോലെ അതിന് കൈകോർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസുമായി ബന്ധപ്പെട്ട് ചോദിക്കാനെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. അസോസിയേഷൻ കൂട്ടായ്മയൊക്കെ തുടങ്ങുന്ന ഒരു അസോസിയേഷനായിട്ടാണ് നിങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്, ഫാർമേഴ്സ് പ്രൊഡ്യൂസ് കമ്പനി. ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? യെസ്, സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്നുള്ളത് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. എൻ്റെ വിസിറ്റിംഗ് കാർഡിൽ ഉൾപ്പെടെ ഞാൻ ആ രജിസ്ട്രേഷൻ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് സൊസൈറ്റി രജിസ്ട്രേഷൻ. കേരള സർക്കാരിനെ മുദ്ര പതിപ്പിച്ച പേപ്പറാണ്. സൊസൈറ്റി രജിസ്ട്രേഷൻ ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റ് 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ക്രമ നമ്പർ വരുന്ന WYD/CA/150/2024 വർഷം 2024. 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇന്നേ ദിവസം രജിസ്റ്റർ ചെയ്തു കൊള്ളുന്നതാണ്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞാൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് ഈ ചന്ദനം എന്നുള്ളത് ഒരു ഹെമി പാരസൈറ്റും അതോടൊപ്പം തന്നെ അത് ഏറ്റവും മൂല്യമുള്ള വുഡ് ചന്ദനമല്ല, ആഫ്രിക്കൻ ബ്ലാക്ക് വുഡാണ്. 1 കിലോയുടെ വില 8 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. സെക്കൻഡാണ് ചന്ദനത്തിനുള്ളത്. ചന്ദനത്തിൻ്റെ 1 കിലോയുടെ വില ഫസ്റ്റ് ക്വാളിറ്റി വിലായത് ബുദ്ധ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വാളിറ്റിയുടേത്. അത് ഇന്ന് കേരളത്തിൽ ഏകദേശം 20,000 രൂപയ്ക്ക് അടുത്ത് ലേലം വിളിക്കുമ്പോൾ ആ കർഷകന് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പ്രാഥമികമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൃഷി ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണെന്ന് തിരിച്ചറിഞ്ഞതാണ് ഏറ്റവും പ്രാഥമികമായ കാര്യം. രണ്ടാമത്, ഈ കൃഷിക്ക് അനുയോജ്യമായ ഭൂമി ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പശ്ചിമഘട്ടത്തിലാണ് ഈ കൃഷി ഏറ്റവും യോജിച്ച ഭൂപ്രകൃതി. അതിൽ ഇടുക്കി, പത്തനംതിട്ട, വയനാട് സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്റർ ഉയരമുള്ള ഭൂപ്രകൃതിയിൽ ഏറ്റവും ബ്ലാക്ക് സോയിൽ, ബയോഡൈവേഴ്സിറ്റിയുള്ള ഭൂപ്രദേശം വയനാട്ടിൽ പുൽപ്പള്ളിയിലാണ്. കാരണം നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് 50 വർഷം മുമ്പ് വരെ യാതൊരുവിധ ഡിസാസ്റ്റേഴ്സ് ഇല്ലാത്ത സ്ഥലമാണ്. 50 വർഷത്തേക്ക് ഫോർകാസ്റ്റിംഗ് റിപ്പോർട്ടാണ്, 50 വർഷത്തേക്ക് ഡിസാസ്റ്റേഴ്സ് വരാത്ത ഗ്രീൻ സോണായ സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങൾ സെലക്ട് ചെയ്തു. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് മറ്റൊരു വെല്ലുവിളി വന്നത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടാണ്. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ വളരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൃഷിയാണ് അഗ്രോ ഫോറസ്ട്രി സെക്ടർ. അഗ്രോ ഫോറസ്ട്രി സെക്ടറിലുള്ള കൃഷിയിൽ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പ്രൊമോട്ട് ചെയ്യുന്നു, കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പ്രൊമോട്ട് ചെയ്യുന്നു, ഉമ്മൻ വസ് ഉമ്മൻ റിപ്പോർട്ടുകളിലെല്ലാം ഇത് പ്രൊമോട്ട് ചെയ്യുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പ്രകൃതി ലോല പ്രദേശങ്ങളെ സംരക്ഷിക്കാൻ മരങ്ങൾ നട്ടുപിടിക്കുന്ന കൃഷി രീതികളെ പാടുള്ളൂ. ഇതാ റിപ്പോർട്ടിൽ പറയുന്നതാണ്. അതുകൂടി ഞങ്ങൾക്ക് ഗവൺമെൻറ് സപ്പോർട്ടും കിട്ടാനും ഈ കൃഷിക്ക് അനുകൂലം കിട്ടി.
അപ്പോൾ അതിന് മനസ്സിലാക്കി സ്ഥലം കണ്ടെത്തി. സ്ഥലം കണ്ടെത്താൻ കടന്നു ചെന്നപ്പോൾ ഞങ്ങൾക്കുള്ളൊരു അനുഭവം പറയാം. ലിസിയാമ്മ മാഡം വയനാട് സ്വദേശിയാണ്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് 10-15 വർഷങ്ങൾക്ക് മുമ്പ് 35 കിൻഡിൽ കുരുമുളക് പറിച്ച തോട്ടത്തിൽ ഇപ്പോൾ ഒരു 5 കിൻഡിൽ കുരുമുളക് പോലും പറിക്കാൻ അവസ്ഥയില്ലാത്ത രീതിയിൽ നല്ല ബ്ലാക്ക് സോയിലുള്ള മണ്ണിന് സാധിക്കുന്നില്ല. കാരണം കാലാവസ്ഥയുടെ മാറ്റം. ഈ മാറ്റം അനുകൂലമാണെന്ന്, ചന്ദന കൃഷിക്ക് അനുകൂലമാണെന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുത്തു. അപ്പോൾ കുറഞ്ഞ മുതൽ മുടക്കും കൊണ്ട് ഒരു കൃഷിയെ സ്നേഹിക്കുന്ന വ്യക്തിക്ക്, മണ്ണിനെ സ്നേഹിക്കുന്ന വ്യക്തിക്ക്, പ്രകൃതിയിൽ നിന്ന് ആദായം ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് കുറഞ്ഞ മുതൽ മുടക്കും കൊണ്ട് വരുമാനം കിട്ടുന്ന ഒരു കൃഷി രീതിയാണെന്ന് തിരിച്ചറിഞ്ഞതാണ് ഇത് ഏറ്റെടുക്കാൻ കാരണം. അങ്ങനെ ഏറ്റെടുത്തു, സ്ഥലം ഏറ്റെടുത്തു. ആ ഏറ്റെടുത്ത സ്ഥലത്തുള്ള മരങ്ങളെല്ലാം അപ്രൂട്ട് ചെയ്തു. ചന്ദന കൃഷിക്ക് യോഗ്യമായ രീതിയിൽ ഭൂമി തിരിച്ചു, പ്ലോട്ടുകൾ തിരിച്ചുകൊണ്ട് അത് കുഴികളെടുത്ത് സാപ്ലിങ്, ചന്ദന തൈകളും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. സാധാരണ പലയിടത്തും ചന്ദന തൈകൾ നഴ്സറിയിൽ നിന്ന് കിട്ടും, ഞങ്ങളങ്ങനെ വാങ്ങിക്കാറില്ല. മറയൂരിൽ നിന്ന് ലേലം വിളിച്ച് ഈ മദർ ട്രീസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, അമ്മ മരങ്ങൾ, അതിൽ നിന്നുള്ള സീഡ് ജെർമിനേഷൻ ചെയ്ത് സാപ്ലിംഗ് ആക്കി മാറ്റി. സാപ്ലിങ്ങും ഏകദേശം ഒരു 6 മാസം 8 മാസം പ്രായമുള്ള സാപ്ലിങ്ങിലൂടെ മാത്രമാണ് ഞങ്ങൾ സാൻഡൽവുഡ് പ്ലാന്റേഷൻ വരെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു 10-15 വർഷം കൂടി ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി സംരക്ഷിക്കുകയും കൾട്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ നിലവാരം അനുസരിച്ചിട്ട് നമ്മുടെ അറിവിൽ സ്വാഭാവികമായി ചന്ദനം വളരുന്ന 30 വർഷം എന്ന കണക്കേ നമ്മുടെ അറിവിലുള്ളൂ. ഈ പറയുന്ന ന്യൂസ് റിപ്പോർട്ടർക്കും അറിവുള്ളൂ. പക്ഷേ കൃഷി രീതിയിലൂടെ, ജൈവ കൃഷി രീതിയിലൂടെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തതല്ല, IWST ഡെവലപ്പ് ചെയ്ത കൃഷി രീതിയിലൂടെ 10-15 വർഷത്തിനുള്ളിൽ ഒരു ഹാർഡ്വുഡ് ഫോർമേഷൻ അല്ലെങ്കിൽ ഇത് മൂപ്പെത്തുകയും 50 സെൻറ്റിമീറ്റർ മുകളിലേക്ക് വന്നാൽ മുറിക്കാൻ പാകമാക്കുന്ന മരങ്ങളാക്കി മാറ്റാൻ പറ്റുമെന്ന് തെളിയിക്കുകയുണ്ടായി. അതിന് ഞങ്ങളെ സഹായിച്ചത് അല്ല, മുറിക്കാൻ പറ്റുമെന്നല്ല, 15 വർഷം എത്തിക്കഴിയുമ്പോൾ ഗവൺമെൻറ്, ഞാൻ പറഞ്ഞതിൽ നാക്കുവഴി ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇന്നത്തെ നിയമം അനുസരിച്ചിട്ട് 15 വർഷം എത്തിക്കഴിയുമ്പോൾ ഗവൺമെൻറ് അത് ഏറ്റെടുത്ത്, ബയ്യർ ഗവൺമെൻറ് ആണെന്നുള്ളതാണ് ഞാനൊരു കാര്യം ചേർത്ത് പറയാം, ബയ്യർ ഗവൺമെൻറ് ആണെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഇന്ന് കർഷകൻ പരാജയപ്പെടുന്നത് വിളനാശത്തിനാണെങ്കിൽ ഗവൺമെൻറ് സഹായിക്കും, പക്ഷെ അവൻ്റെ വിളയ്ക്ക് വില കിട്ടുന്നില്ലാത്തതാണ് കർഷകൻ്റെ ഏറ്റവും വലിയ പരാജയം. വിള നഷ്ടപ്പെടുത്തുന്നത് മധ്യവർത്തിയാണ്, മീഡിയേറ്റേഴ്സാണ്. ഇവിടെ മീഡിയേറ്റേഴ്സ് ഇടപെടുന്നില്ല. ഓരോ വർഷവും വർഷാവർഷം മറയൂർ സാൻഡൽവുഡ് ഡിവിഷൻ ഓഫീസിൽ ഡിപ്പോയിൽ ലേലം നടക്കുമ്പോൾ ഓരോ വർഷവും ലേലത്തിൻ്റെ വില ഉയർന്നുകൊണ്ടിരിക്കുന്നു. 1980 1 കിലോയ്ക്ക് 20 രൂപയ്ക്ക് തുടങ്ങിയ ചന്ദനം വിൽപ്പന തുടങ്ങിയത് ഇന്ന് 20,000 രൂപയ്ക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് വെബ്സൈറ്റിലും പറയുന്നു ഇത് വില വർദ്ധിക്കും. അത്രേ പറ്റുള്ളൂ. ഈ 10% എന്നുള്ളത് ഞാൻ ഈ പത്രത്തിൽ അറിഞ്ഞതാണ്. കാരണം മറയൂർ DFO ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ് ഇരിപ്പുണ്ട്. ആ ബോർഡിൽ എഴുതിയിരിക്കുന്ന രാജകീയ വർഷമായി ചന്ദനം വളർത്തു, കൈ നിറയെ കാശ് നേടും, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 8-9 ലൈനിൽ, 8-ാമത്തെയോ 9-ാമത്തെയോ ലൈനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് കൈവശാവകാശ രേഖ കയ്യിലുള്ള വ്യക്തിയും സാൻഡൽവുഡ് ഡിവിഷൻ ഓഫീസറും തമ്മിൽ ഉടമ്പടി ഒപ്പിടുകയും തന്മൂലം മരം മുറിച്ച് വിറ്റ് അതിനുശേഷം ട്രഷറി വഴി ആ പണം കട്ടിംഗ് ചാർജ് ആൻഡ് ട്രാൻസ്പോർട്ടിങ് ചിലവ് കഴിച്ച് ബാക്കി മുഴുവൻ തുകയും വ്യക്തിക്ക് നൽകുമെന്നാണ് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. സാൻഡൽവുഡ് പ്രൊട്ടക്ഷൻ ബില്ലിൽ ഗവൺമെൻറ്റും പറയുന്നതാണ്. സാൻഡൽവുഡ് പ്രൊട്ടക്ഷൻ ബില്ലിൽ മെൻഷൻ ചെയ്യുന്ന ഗവൺമെൻറ്റും അത് തന്നെയാണ്. ഈ 10% എന്നുള്ള കണക്ക് എനിക്ക് പത്രത്തിൽ നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ ചേട്ടൻ പറഞ്ഞത് 15 വർഷമാകുമ്പോൾ ഈ ചന്ദനം വളരുകയും അത് മുറിക്കാനുള്ള പാകപ്പെടുകയും ചെയ്യുക എന്നാണ് പറഞ്ഞത്. അതെ. പക്ഷേ ആ DFO പറയുന്നത് 30 വർഷമാവും. കേരളത്തിൽ നടന്ന ചന്ദനങ്ങളൊക്കെ തന്നെ അതൊരു പാകപ്പെട്ട് വരാൻ 30 വർഷമാവും, അതിന്റെ ഉപയോഗത്തിന് വേണ്ടി പാകപ്പെട്ട് വരാൻ. അപ്പൊ ഈ DFOയ്ക്ക് അറിവില്ലാത്തതുകൊണ്ടാണോ സർക്കാരിന്റെ ഉദ്യോഗസ്ഥനായിട്ടുള്ള വനോദ്യോഗസ്ഥന് അറിവില്ലായ്മ എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയിലേക്ക് ഞാൻ കടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അറിവ് എൻ്റെ അറിവില്ല. ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഓഫീസറിന് മുമ്പ് വിനോദ് സാറുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ IWSTയെ കുറിച്ചൊക്കെ, ഈ കൃഷി രീതികളെക്കുറിച്ചൊക്കെ, ഈ കൾട്ടിവേഷൻ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ അതിലൊരു കാര്യം, പരമ്പരാഗതമായി ഉണ്ടാവുന്നതിനെക്കുറിച്ചാണ് അവർക്ക് അറിവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് ഈ കൾട്ടിവേഷൻ സിസ്റ്റത്തെക്കുറിച്ച്. കാരണം ഇവിടെ അർബൻ ഫാർമേഴ്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. തിരുപ്പൂര് ദുരൈസ്വാമി എന്ന വ്യക്തി കർഷകശ്രീ ആർട്ടിക്കിള്, കർഷകശ്രീയുടെ മാർച്ച് ലക്കം കർഷകശ്രീയിൽ എനിക്ക് അറിവ് തന്നത് നിങ്ങളാണ്.
മീഡിയയാണ്. മാർച്ച് ലക്കം കർഷകശ്രീയിൽ ദുരൈസ്വാമി എന്ന വ്യക്തി 15 വർഷങ്ങൾക്ക് മുമ്പ് ചന്ദനം നടുകയും ആ 15 വർഷമായ ചന്ദനം, അതിൻ്റെ പേജ് നമ്പർ 27 കവർ സ്റ്റോറിയാണ്, അതിലെഴുതിയിരിക്കുന്ന 15 വർഷമായ ചന്ദനം ഇപ്പോൾ വെട്ടി വിൽക്കാമെങ്കിലും പരമാവധി ആദായവും മികച്ച വിലയും കിട്ടാൻ 20 വർഷം കാത്തിരിക്കുന്ന തീരുമാനത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിലുള്ളത് 3000 കോടി രൂപയുടെ മുതലാണ്. 3000 കോടി രൂപയുടെ 300 കോടി രൂപയുടെ 300 കോടി രൂപയുടെ മുതലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിലുള്ളത്. ഏകദേശം 10 ഏക്കർ സ്ഥലമെന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിലൂടെയൊക്കെയാണ് സാറേ ഞങ്ങൾക്ക് അറിവ് കിട്ടിയത്. ഓൾറെഡി ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോയും കിടക്കുന്നുണ്ട്. ഇദ്ദേഹം മറ്റൊരു അറിവും കൂടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. 5 കോടി രൂപയാണ് ഇദ്ദേഹം സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് മുടക്കിയത്. 5 കോടി രൂപ, 3 നിര വേലി, ഇലക്ട്രിക് ഫെൻസിങ്, CCTV ക്യാമറ, അതിൻ്റെ പിക്ചറൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പൊതുജന പങ്കാളിത്തത്തോടും ഗ്രൂപ്പ് ഫാമിങ്ങിലൂടെയും ഗവൺമെൻറ് പ്രൊജക്റ്റിലേക്കും ഇത് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓൾറെഡി ഇത് ഗവൺമെൻറ് പ്രൊജക്റ്റ് ആയിട്ടില്ല. ആ ഒരു അറിവും കൂടി നിങ്ങളോട് തരാം. ഞങ്ങളങ്ങനെ ആരെയും തെറ്റിദ്ധരിപ്പിക്കുന്നില്ല. ഒരു വ്യക്തിക്ക് ചന്ദന കർഷകന് സബ്സിഡി കിട്ടണമെങ്കിൽ, ഒരു ഏല കർഷകന് അല്ലെങ്കിൽ ഒരു കുരുമുളക് കർഷകന് ചന്ദന സബ്സിഡി കിട്ടണമെങ്കിൽ അയാൾ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് അത് നട്ടു വളർത്തി അതിൻ്റെ വളർച്ചയെക്കുറിച്ച് കൃഷി ഓഫീസർ സബ്മിറ്റ് ചെയ്ത് അദ്ദേഹം വെരിഫൈ ചെയ്തതിന് ശേഷമേ സാധിക്കുകയുള്ളൂ. അതിനുശേഷമാണ് ഈ പ്രൊജക്റ്റ് പൂർണ്ണമായിട്ട് ഗവൺമെൻറ് തലത്തിലേക്ക് മാറുള്ളൂ. ഞങ്ങളങ്ങനെ മാറ്റണം. എന്നാലേ IWSTയുടെ സെക്യൂരിറ്റി ചിപ്പ്, IoT ചിപ്പ് അതുണ്ടായാൽ മാത്രമാണ് പോലീസ് സ്റ്റേഷൻ്റെ അങ്ങനെ വാക്ക് ഉപയോഗിക്കാമെന്നറിയില്ല, വളരെ സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും വരെ കൊണ്ടുപോകുന്ന ചന്ദനത്തെ ഞങ്ങൾക്ക് പോലും സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ. കേരളത്തിൽ നിലവിൽ എവിടെയൊക്കെയാണ് ഈ കൂട്ടായ്മയുടെ പേരിൽ കൃഷി നടക്കുന്നത്? നമ്മളിപ്പോൾ 3 ജില്ലകളാണ് ഞങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചത്. ഇപ്പം എല്ലായിടത്തും കൃഷി ചെയ്യാം, പക്ഷേ സമുദ്രത്തിൽ നിന്ന് ഉയരമുള്ള ഭൂപ്രകൃതി ചെയ്താൽ ഇതിന് ഹാർഡ്വുഡ് ഫോർമേഷൻ, കാതൽ, വിലായത് ബുദ്ധ എന്ന ഫസ്റ്റ് ക്വാളിറ്റി ഓയിൽ കണ്ടൻറ്റ് 6 to 12% ഓയിൽ കണ്ടൻറ്റ് വരാൻ ഉള്ള ഇത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുന്ന ബുദ്ധിമുട്ട് തോന്നരുത്. നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ വില നമുക്ക് പറഞ്ഞു തന്നത്, നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ വില ഈ ഓയിൽ കണ്ടൻറ്റ് നമുക്ക് പറഞ്ഞു തന്നത് നമ്മളാരുമല്ല, ഓസ്ട്രേലിയക്കാരാണ്. ഓക്കെ, ഓസ്ട്രേലിയക്കാരാണ് ഇത്രയും വാല്യൂ ഉള്ള വുഡ് നമ്മുടെ മണ്ണിലുണ്ടെന്ന് നമ്മളെ തിരിച്ചറിയിച്ചത്. ആ വിലായത് ബുദ്ധ എന്ന ആൽഫ ബീറ്റ കണ്ടന്റ് ഉള്ളത് ഉണ്ടാകണമെങ്കിൽ സമുദ്രത്തിൽ 700 മീറ്റർ ഉയരത്തിൽ വേണം. അതിന് ഇടുക്കി, പത്തനംതിട്ട, വയനാട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിൽ ഇതിന് ഡിസാസ്റ്റേഴ്സ് ഇല്ലാത്ത ഭൂപ്രകൃതി, നമുക്ക് ഏറ്റവും ബയോഡൈവേഴ്സിറ്റി ഉള്ള ഭൂമി വയനാടാണ്. അത് ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതലുള്ളത് വയനാട്, പുൽപ്പള്ളി, പാടിച്ചെറിയാണ്. അവിടെയാണ് ഞങ്ങൾ ഈ കൃഷി തൽക്കാലം ഈ 1500 ഏക്കറിൻ്റെ പ്രൊജക്റ്റ് ചെയ്യുന്നുള്ളൂ. വയനാട്ടിൽ ദുരന്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൃഷി ചെയ്യുന്നതിലൊന്നും പ്രശ്നമില്ല. വയനാട്ടിലെ ദുരന്തമൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഡിസാസ്റ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് കൃഷി ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഈ പുൽപ്പള്ളിയിൽ നടക്കുന്ന ഈ കൃഷിയെ പറ്റി ഏതെങ്കിലും ഏജൻസി, സർക്കാർ ഏജൻസികൾ അന്വേഷണം നടത്തുന്നതായി ഭാരവാഹികൾക്ക് അറിയും? സർക്കാരിന്റെ ഏതെങ്കിലും രഹസ്യാന്വേഷണ ഏജൻസി, സംസ്ഥാന സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുന്നുണ്ടോ എന്ന് അറിയോ? ഈ നിമിഷം വരെ എന്നെയോ ഇവിടെയുള്ള ഒരു ഭാരവാഹികളെ അവർ വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം പറയാൻ ഞാൻ റെഡിയാണ്. കാരണം അവർ വെളിച്ചത്തിൽ കൊണ്ടുവന്നാലേ ഈ കൃഷിയിൽ ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന കേരളത്തെ പലരും ഇത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ച് നിൽക്കുന്ന ആടുതേക്ക് മാഞ്ചിയം, ഗവൺമെൻറ് നിയമമില്ല, ഇത് വളരില്ല, അങ്ങനെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതെല്ലാം പുറത്തു കൊണ്ടുവരാൻ ഈ അവസരം ഈശ്വരനായിട്ട് തന്നാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അത് അറിഞ്ഞാൽ ഞങ്ങളതിന് മുന്നോട്ട് പോകും. നേരത്തെ പറഞ്ഞല്ലോ DFO 30 വർഷം വേണമെന്ന് പറഞ്ഞു. അദ്ദേഹമായി ഇങ്ങനെ സംബന്ധിച്ചു അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഒരു തെറ്റായ പ്രചരണമാണ് എന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുമായിട്ടെങ്കിലും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്? ഞങ്ങൾ ഇതിനു മുമ്പ് ഇരുന്ന DFOയ്ക്ക് അങ്ങനെ ഒരു ധാരണ മറ്റുള്ളവർ കൊടുത്തപ്പോഴാണ് ഞങ്ങൾ നേരിട്ട് പോയി ഈ ഒരു അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഇതാണ് ഫോളോ ചെയ്യുന്നത്, ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം കുഴപ്പമില്ല, ഇനി ഇദ്ദേഹവുമായിട്ട് ഞങ്ങൾ സംസാരിക്കാനിരിക്കുന്നു. പത്രവാർത്ത ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈ വാർത്ത വന്ന് കുറെ ദിവസം ആയില്ല. അപ്പൊ ഇത്രയും ദിവസമായിട്ട് പോയി കാണുകയും അല്ലെങ്കിൽ ഈ കൂട്ടായ്മയ്ക്ക് പേരെ ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ അത് നിജപ്പെടുത്തി കൂട്ടായ്മയിലുള്ളവരെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ? അപ്പൊ അദ്ദേഹത്തെ പോയി ആദ്യം കാണും, DFO പോയി കാണണ്ടേ? ഞങ്ങൾക്ക് ഈ വാർത്ത വന്നത് 1 സെക്കൻഡ്, ഈ വാർത്തയുടെ ഡേറ്റ് വരുന്നത് ഇന്നലെയും തിങ്കളാഴ്ചയുണ്ട്, ഞായറാഴ്ച, ഈ ദിവസങ്ങളിലാണ് നമുക്ക് വാർത്ത കിട്ടിയത്. അപ്പം ഞങ്ങൾ ഇത് വലിയ കാര്യങ്ങൾ അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച്
പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിനെക്കുറിച്ച് അറിയിക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇപ്പോൾ നാളെ ഞങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ നാളെ ഞങ്ങൾ DFOനെ കാണാൻ തയ്യാറാണ്. എന്തോ മറയൂർ സാൻഡൽവുഡ് ഡിവിഷൻ ഓഫീസ്. തീർച്ചയായിട്ടും അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരണം സ്വാഭാവികമായിട്ട് വളരുന്നത് 40 വർഷം കൊണ്ട് മുറിക്കാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ മറ്റൊരു കാര്യം, വയനാട് പുൽപ്പള്ളിയിലെ ലെക്സിൻ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു ചന്ദനമരം 2024 6-ാം മാസം 26-ാം തീയതി മോഷണം പോയി. ഈ വാർത്ത വയനാടാണ് റിപ്പോർട്ട് ചെയ്തത്. അവരാണ് ഞങ്ങൾക്ക് അറിവ് വന്നത് ഇതിന് 20 വർഷം പ്രായമുള്ളൂ എന്ന്. 2.5 ഇഞ്ച് വണ്ണം, 20 വർഷം പ്രായമുള്ള ഒരു മരം എന്ന് പറഞ്ഞാൽ ഏകദേശം 75 സെൻറ്റിമീറ്റർ വണ്ണം. 50 സെൻറ്റിമീറ്റർ വണ്ണമുള്ളൊരു മരം മുറിക്കാൻ സാധിക്കും. അതിൽ ഏകദേശം 15 തൊട്ട് 20 കിലോ കാതൽ ഉണ്ടാകുമെന്നുള്ളത് ഓൾറെഡി ഹാർവസ്റ്റിങ്ങിൻ്റെ റിപ്പോർട്ടിൽ ഉള്ളതാണ്. ഇത് നിങ്ങൾ നേരിട്ട് പോയി പരിശോധിച്ചാൽ അവിടെ ഏകദേശം 70% കാതൽ ആ മരത്തിലുണ്ട്. അത് ഒരു ഹോസ്റ്റ് പ്ലാന്റ് സംവിധാനവും ചെയ്തിട്ടില്ല. അവിടെ അവരുടെ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ടൈലൊക്കെ ഇട്ട് ചെയ്തേക്കുന്ന വെള്ളമൊന്നും കൃത്യമായിട്ട് ഇറങ്ങുന്നു എന്ന് പോലും എനിക്കതിന് സംശയമുണ്ട്. അപ്പോൾ വയനാട് പുൽപ്പള്ളി തിരഞ്ഞെടുക്കാൻ കാരണം സമുദ്രനിരപ്പിൽ നിന്ന് 700 അടി ഉയരം ഉള്ളത് കൊണ്ട് മാത്രമാണോ? അവിടെ വേറെ എന്തെങ്കിലും പ്രത്യേകത ഉള്ളത് കൊണ്ടാണോ? അവിടെ കൃഷി ചെയ്യുന്നിടത്തേക്ക് ഈ ഒരു കൃഷി ചെയ്യുന്ന സമയത്ത് വെള്ളവും വളവും എല്ലാ സംവിധാനങ്ങളും വേണമല്ലോ, അത് അവിടെ മാത്രം ലഭ്യമാവുന്ന അങ്ങനെ വല്ലതും കണക്കൂട്ടിയിട്ടുണ്ടോ? ഇതിനകത്ത് എല്ലാം ബാധകമാണ്. അതിലുപരിയായിട്ട് മണ്ണിൻ്റെ ഒരു മണ്ണിനെ നമ്മൾ സ്നേഹിക്കുകയും മണ്ണിനെ ഇഷ്ടപ്പെടുകയും ചെയ്താൽ, ഇപ്പം നമ്മൾ ഇടുക്കി പോയി കഴിഞ്ഞാൽ ഏലപ്പാറ, അതോടൊപ്പം തന്നെ അങ്ങനെ പൊട്ടൻകാട്, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നല്ല ബ്ലാക്ക് സോയിലുണ്ട്. ഇതൊരു കർഷകന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഇഷ്ടപ്പെടും. ഇതുപോലെ തന്നെ വയനാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് പുൽപ്പള്ളി പാടിച്ചിറ. അതിനകത്ത് സാർ ചോദിച്ച ചോദ്യത്തിൽ 2-3 കാര്യങ്ങളുള്ളത്. ഈ വയനാടിൻ്റെ ഒരു ഗുണം എല്ലാം നിങ്ങൾ ആ ഭൂമിയിൽ ചെന്നാൽ അറിയാൻ പറ്റും. ചെറിയ താഴ്വാരം, ചെറിയ ഉയരം, ചെറിയ ചെറിയ കുന്നുകളാണ്. എല്ലാ താഴ്വാരങ്ങളിലും ഇത് വെള്ളത്തിനുള്ള സൗകര്യം, ഇറിഗേഷൻ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭൂപ്രദേശം. പിന്നെ ചന്ദനത്തിന് ചെരിഞ്ഞ ഭൂമി, ചെറിയ ചെരിവുള്ള ഭൂമി വേണം. കാരണം ഇത് ഓൾറെഡി അഗ്രോ ഫോറസ്ട്രി സെക്ടറിലുള്ള മരമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെരിവില്ലാത്ത ഭൂമിയിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഫംഗൽ ബാധയോടുകൂടി ഇതിൻ്റെ വളർച്ചയെ ബാധിക്കും. അപ്പം അങ്ങനെ പറ്റിയ ഭൂമി, അതോടൊപ്പം തന്നെ ഇതിനകത്ത് മണ്ണിൻ്റെ ഘടന, എല്ലാ കാര്യങ്ങളും അതിനകത്ത് ബാധകമാണ്. പ്രധാനമായും ആ പത്രത്തിൽ പറയുന്ന ഒരു വാർത്തയിൽ പറയുന്നത് ഈ കൂട്ടായ്മയുടെ പേരിൽ ഭൂമി അധികമായി വാങ്ങിക്കുന്നു, ഏക്കർ കണക്കിന് വാങ്ങിക്കുന്നു, അത് പ്ലോട്ടുകളായി തിരിക്കുന്നു. ആ പ്ലോട്ടുകളിൽ നിശ്ചിതമായ വൃക്ഷത്തൈകൾ നടുന്നു. ആ വൃക്ഷത്തൈകൾ വാങ്ങി നട്ടതിനു ശേഷം ചില ലാൻഡ് മാഫിയകളുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ പ്രവർത്തനമെന്ന് ആ പത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. അത് അങ്ങനെ എന്തെങ്കിലും ഉള്ളതായോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ആരോപണം ഉള്ളതായോ ഈ ഭാരവാഹികളുടെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു? എന്തായാലും സെക്രട്ടറിക്ക് അതിനൊരു ഉത്തരം പറയുന്നുണ്ട്. സെക്രട്ടറി ഇതിന് ഉത്തരം പറയേണ്ടത് ഞാനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജസ്ബഡ് ഇന്റർനാഷണൽ കമ്പനി പ്ലാൻ ചെയ്തിരുന്നത് 14 ജില്ലകളിൽ 100 ഏക്കർ പ്ലാന്റേഷൻ ആയിരുന്നു. ഈ ഒരു പ്രൊജക്റ്റ് അവതരിപ്പിച്ചപ്പോൾ, അതായത് വർഷങ്ങളായിട്ട് കൃഷി ചെയ്ത് പരാജയപ്പെട്ട ഞങ്ങൾക്ക് ശരിക്കും ഒരു ആശ്വാസമായിട്ട് തോന്നി ഈ പ്രൊജക്റ്റ്. ഞാൻ എൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് കമ്പനി വയനാട്ടിലേക്ക് വന്നതും ഞങ്ങളുടെ ഭൂമിയാണ് ആദ്യമായിട്ട് കമ്പനി ഇതിനായിട്ട് എടുത്തതും. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് എൻ്റെ അറിവിൽ ഒത്തിരി ചന്ദനമരങ്ങൾ, മോഷണം പോയ ചന്ദനമരങ്ങളിൽ കാതിലുണ്ട് എന്നുള്ളതാണ്. ഈ മരം കൃഷി ചെയ്താൽ 100% വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായത്. ഞങ്ങൾ അതായത് വർഷങ്ങളായിട്ട് കൃഷി ചെയ്ത് ഏക്കർ കണക്കിന്, കിൻഡൽ കണക്കിന് മുളക് പറിച്ച് ഞങ്ങളുടെ തോട്ടത്തിൽ കുരുമുളക് ചെടി എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം റീപ്ലാന്റേഷൻ നടത്തി. ഞങ്ങൾക്ക് കൃഷിയല്ലാതെ വേറൊരു മാർഗവുമില്ല. റീപ്ലാന്റേഷൻ നടത്തുവാൻ വേണ്ടി ബാങ്കിൽ നിന്ന് 4.5 ലക്ഷം രൂപ ലോൺ എടുത്തു. അതുകൊണ്ട് പ്ലാന്റേഷൻ നടത്തി 3 വർഷം പ്രായമാകുമ്പോഴാണ് കുരുമുളക് ചെടി കായ്ക്കുക. ആ 3-ാം വർഷം ദ്രുതവാട്ടം എന്ന മഹാമാരി ഞങ്ങളുടെ കൃഷിയുടെ മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ പരാജയപ്പെടുന്ന സമയത്ത് ഈ ബാധ്യത അത് 10 ലക്ഷത്തിലേക്ക് മാറിയപ്പോൾ, അത് അടച്ചുവിട്ടാനുള്ള നിർവാഹമില്ലാതെ വന്നപ്പോൾ, എങ്ങനെ ഇത് ഞങ്ങൾക്ക് ഭൂമി ഞങ്ങൾ വിറ്റിട്ട് കടം വീട്ടാൻ ആഗ്രഹിച്ചു. പക്ഷെ അതിന് ഞങ്ങൾക്ക് സാധ്യതയില്ലായിരുന്നു. ആരും ഭൂമി എടുക്കാൻ തയ്യാറല്ല. ആ സമയത്താണ് ജസ്ബഡ് ഇന്റർനാഷണൽ കമ്പനി പ്രൊജക്റ്റ് ഞാൻ സാറിനോട് പറയും, സാറേ ഞങ്ങളുടെ സ്ഥലം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ആശ്വാസമാണെന്ന് പറഞ്ഞ് ജപ്തിയുടെ വാക്കിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തുകയാണ് ജസ്ബഡ് ഇന്റർനാഷണൽ കമ്പനി. തീർച്ചയായിട്ടും ഈ പ്രൊജക്റ്റ് വയനാട്ടുകാർക്ക് ഒരു അനുഗ്രഹമാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത്. തീർച്ചയായിട്ടും ഇത് അനുഗ്രഹം തന്നെയാണ്. പക്ഷേ
ഇതിന് പിന്നെ മാധ്യമപ്രവർത്തകർ പ്രവർത്തിച്ചപ്പോൾ ഒത്തിരി ദുഃഖം തോന്നിയത് എനിക്കാണ്. കാരണം ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്തപ്പോൾ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്നൊക്കെ എനിക്ക് ഒത്തിരി നിരുത്സാഹവും ഒത്തിരി കളിയാക്കലൊക്കെ അനുഭവിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ മാധ്യമത്തിലുണ്ടായ വാർത്ത എന്നെയാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത്. കാരണം എൻ്റെ ഫോണിലേക്ക് എല്ലാവരും മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു സങ്കടവുമില്ല. എനിക്ക് 100% അറിയാം ഈ കമ്പനി ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്താൽ വിജയിപ്പിക്കുമെന്ന്. അത് ഞങ്ങൾ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ഞങ്ങളോട് ഇത്രമാത്രം പ്രതികരിക്കുന്ന മാധ്യമപ്രവർത്തകരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, എന്ത് കാര്യം സമൂഹത്തിന് മുമ്പിലേക്ക് നിങ്ങൾ തുറന്നു കാട്ടുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കൂടെ ഒന്ന് എത്തി നോക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് 60ഓളം അംഗങ്ങൾ സൊസൈറ്റിയിലുണ്ട്. ഞങ്ങളവിടെ ഉള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ സ്ഥലങ്ങൾ മേടിക്കുന്ന ആളുകളെ അംഗങ്ങളായിട്ട് ചേർത്തുകൊണ്ടിരിക്കുന്നു. കർഷകർ തന്നെ നേരിട്ട് വസ്തു മേടിച്ച് അവരുടെ പേരിലേക്ക് പുൽപ്പള്ളി സബ് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി ആധാരം ചെയ്ത് കൈവശാവകാശ രേഖ, പൊസഷൻ സർട്ടിഫിക്കറ്റ്, മുന്നാധാരത്തിൻ്റെ കോപ്പി എല്ലാം കൊടുത്തുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് കൈമാറുന്നു. കാരണം ഈ ആരുടെ പേരിലാണോ പ്രോപ്പർട്ടി അവർക്കാണ് ഗവൺമെൻറ് സാൻഡൽവുഡ് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ പണം കൊടുക്കുകയുള്ളൂ. പാട്ടക്കരാറിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയല്ല. 2024 സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപ്പിലാക്കാൻ വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ധനം അനുവദിക്കുകയും ചെയ്യുക ഭാരവാഹികൾ തന്നെ പറയുന്നുണ്ട്. 2025 ബഡ്ജറ്റും കഴിഞ്ഞ് 2024 ബഡ്ജറ്റിലെ പ്രഖ്യാപനമൊക്കെ നടപ്പിലായോ? നടപ്പിലായില്ല. കാരണം ഈ പ്രൊജക്റ്റ് കേരളത്തിൽ മാത്രമാണ് ഇത് പ്രൊജക്റ്റായിട്ട് ആരും ചെയ്യാത്തത്. പേഴ്സണലായിട്ട് പ്ലാന്റേഷൻ പലരും ചെയ്യുന്നുണ്ട്, പ്രൊജക്റ്റായിട്ട് ചെയ്തില്ല. പ്രൊജക്റ്റായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഗവൺമെൻറ് സബ്സിഡി ഉള്ളത്. ഞങ്ങളുടെ ആഗ്രഹം എല്ലാവരും ഒന്നിച്ച് നിന്നാൽ അടുത്ത ബജറ്റിൽ കേന്ദ്ര മിനിസ്ട്രി ഓഫ് എൻവയറൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. അത് നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ബജറ്റിൽ നല്ല ഫണ്ട് വകയിരുത്തിയിരുന്നു. മറ്റ് സ്റ്റേറ്റുകൾക്കൊക്കെ അത് ലഭിക്കുകയുണ്ടായി. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ അടുത്ത ബജറ്റിലെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു സബ്സിഡിയും ഗുണഭോക്താക്കളും ആകണമെന്ന് കൂടിയാണ് ഞങ്ങളുടെ ഈ ഒരു കർഷക സംഘത്തിൻ്റെ ലക്ഷ്യം. ഞങ്ങൾ സംസ്ഥാന തലത്തിലാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തത്. കാരണം ഞങ്ങളങ്ങനെ ഒരു വലിയ ഒരു ഇതുകൂടി അല്ലായിരുന്നു. വലിയ ലക്ഷ്യമുണ്ടെങ്കിലും വയനാട് ജില്ല ബേസ് ചെയ്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ചന്ദനകൃഷി ചെയ്യുന്ന ആളുകളുടെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇത് സ്റ്റേറ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ചന്ദനകൃഷി ഞാൻ ഇപ്പോൾ ഇത്തിരി പറഞ്ഞില്ലേ, അദ്ദേഹത്തെ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളിത് ഒരു സംഘം രൂപീകരിക്കുക, ഇടുക്കി ജില്ലയിൽ ഒരു സംഘം രൂപീകരിക്കുക, അങ്ങനെ ഓരോരുത്തർ രൂപീകരിക്കാൻ പറഞ്ഞ് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമാനമായി മറ്റു സംസ്ഥാനങ്ങളിൽ ഇതുപോലെ നടക്കുന്ന കൃഷി ചെയ്യുന്ന ആൾക്കാരുമായി നിങ്ങൾ ബന്ധപ്പെട്ടിരുന്നു? തീർച്ചയായിട്ടും അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു എനർജി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് കിട്ടാനുള്ള ഒരു മോട്ടീവ് അതായിരുന്നു. കാരണം അവർ ഞങ്ങളോട് പറഞ്ഞത്, ഇത്ര നല്ല മണ്ണുണ്ടായിട്ട് നിങ്ങൾ എന്താണ് ഈ വ്യവസായം ചെയ്തത്? തമിഴന്മാർ ഈ കൃഷിയെ വ്യവസായം എന്നല്ല പറയുന്നത്, നിങ്ങൾ എന്താണ് ഈ വ്യവസായം ചെയ്യാത്തത് എന്നാണ് അവർ ചോദിച്ചത്. അവർക്കറിയില്ലായിരുന്നു നിയമപരമായ തടസ്സങ്ങളൊന്നും അവർക്കറിയില്ല. കാരണം വെച്ചാൽ അവർക്ക് 15 വർഷങ്ങൾക്ക് മുമ്പ് അവർക്കതെല്ലാം ഓപ്പണപ്പായിട്ട് കിട്ടിയിരുന്നു. ഒരു പത്രത്തിൽ മാത്രമല്ല, മറ്റു ചില പത്രങ്ങളിൽ കൂടി വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഈ അസോസിയേഷൻ ഒരു സംഘടനയാണല്ലോ, ഇപ്പൊ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ്. ഇത്തരത്തിലൊരു വാർത്ത വന്നത് വ്യാജമാണ്, നിങ്ങളുടെ വ്യാജമായ ഫോട്ടോയാണ് ഉപയോഗിച്ചതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ആ പത്രത്തിനെതിരെ എന്തെങ്കിലും നടപടി നിങ്ങൾ സ്വീകരിച്ചോ? പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയെ സമീപിക്കുകയോ അല്ലെങ്കിൽ ആ മാനേജ്മെന്റിനെ സമീപിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നു? ഇതിനകത്ത് നമുക്കുള്ളൊരു സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ ഞങ്ങളുടെ പേര് വെച്ചിട്ടില്ല. സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്നുള്ള പേരില്ല, പക്ഷെ ഫോട്ടോയുണ്ട്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? കേസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചെറിയ അറിവിൽ ശ്രമിച്ചപ്പോൾ മനസ്സിലായത്. പറ്റില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലായത്. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. 2022-23 സാമ്പത്തിക വർഷം കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ലിമിറ്റഡ്, നിങ്ങളെല്ലാവരും കേൾക്കണം ദയവായി, വളരെ ഞങ്ങളെ താല്പര്യപ്പെടുന്ന ഒരു കാര്യമാണ്. കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ലിമിറ്റഡ്, മൈസൂർ സാൻഡൽ സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനി, 4000 കിലോ സാൻഡൽവുഡ് ഓയിൽ വാങ്ങിച്ചത്, ഇന്ത്യൻ സാൻഡൽവുഡ് ഓയിൽ വാങ്ങിച്ചത്
ഓസ്ട്രേലിയൻ കമ്പനിയുടെ കയ്യിൽ നിന്നാണ്. ഓസ്ട്രേലിയൻ സ്പീഷ്യസ് അല്ല, ഇന്ത്യൻ സ്പീഷ്യസ്. അത് സംഭവിച്ചത് 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ വന്ന് സീഡ് കളക്ട് ചെയ്ത് കൊണ്ടുപോയി ചന്ദനം നട്ട് അവരുടെ സ്പീഷ്യസായ സൻഡാലം സ്പെക്കാറ്റുലം റിമൂവ് ചെയ്ത് വെട്ടി മാറ്റി സൻഡാലം ആൽബം എന്ന ആൽഫ ബീറ്റ കണ്ടൻറ്റ് 50% എബവ് ഉള്ള നമ്മുടെ തൈ നട്ട് വളർത്തി 20 വർഷമായിട്ടുള്ളൂ. 20 വർഷമായിട്ടുള്ള അവരെ ശ്രമം നടത്തിയിട്ട് 7 വർഷമായിട്ട് ദ വേൾഡ് നമ്പർ 1 സാൻഡൽവുഡ് മർച്ചൻറ്റ് ഈസ് ക്വിൻറ്റസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അപ്പോൾ ഈ 13 വർഷം കഴിഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു? ഹാർവെസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് കൾട്ടിവേഷൻ സിസ്റ്റം. ഈ കൾട്ടിവേഷൻ സിസ്റ്റത്തിലൂടെ എൻ്റെയും നമ്മുടെയും പോക്കറ്റിൽ കിടക്കേണ്ട 157 കോടി രൂപയാണ് ഇന്ത്യൻ കറൻസി ഓസ്ട്രേലിയക്ക് കൊടുത്തത്. അടുത്ത വർഷം കൊടുക്കാൻ പോകുന്നത് 300 കോടി രൂപയാണ്. കാരണം കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ലിമിറ്റഡിന് മാത്രം വേണ്ടത് 7000 കിലോയാണ്. ഇതും നിങ്ങൾ മാധ്യമങ്ങൾ തന്ന അറിവാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു 10 വർഷം കഴിയുമ്പോൾ ഇതിൽ കുറച്ച് പണം നമ്മൾക്കും വേണ്ടേ? ഭൂവിഭവശേഷി വർദ്ധിച്ചുകൊണ്ട് ഭൂമിദേവി അനുഗ്രഹിക്കുന്ന ഈ പണം, ആരെയും കണ്ണീരില്ലാത്ത പണം, അത് എൻ്റെ മക്കളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും അടുത്ത് ചെല്ലണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ണീരുള്ള പണമൊക്കെ നമ്മുടെ വീട്ടിൽ ചെന്നാൽ അത് ആശുപത്രിയിൽ എത്തിയുള്ളൂ. ഈ ഒരു ആഗ്രഹമാണ് കർഷക സംഘത്തിലെ എല്ലാവരുടെയും ആഗ്രഹം. ആ ആഗ്രഹത്തിന് നിങ്ങളും ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് ഒരു അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്നത്. 2 വാക്ക് സംസാരിക്കാൻ കൃഷിക്കും. പ്രിയമുള്ളവരെ, എന്തായാലും ഏറെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരു സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ് വെൽഫെയർ അസോസിയേഷൻ്റെ ഈ ഒരു പത്രസമ്മേളനത്തിൽ എത്തിച്ചേർന്ന മാധ്യമ സുഹൃത്തുക്കളും ആദ്യമേ ഞങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി അർപ്പിക്കട്ടെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് നമ്മൾ ഇതിന് മുന്നിട്ടിറങ്ങുന്നു. ഇവിടെ വയനാടിൻ്റെ ചരിത്രത്തിൽ ആ ചൂരൽമല സംഭവത്തിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ജില്ലയെ ഒന്ന് ഉയർത്തിയെടുക്കാൻ ഭരണരംഗത്തും മറ്റും നമ്മളെല്ലാം ഒരുപാട് കൂട്ടായ്മയിലൂടെയാണ് ശ്രമങ്ങൾ നടത്തുന്നത്. അത് ആതുര സേവനങ്ങളായിക്കോട്ടെ മറ്റുള്ള രീതിയിലായിക്കോട്ടെ, ആ ചൂരൽമലയും മറ്റു പ്രദേശങ്ങളെയൊക്കെ നമ്മൾ ഉയർത്തിപ്പിടിച്ച കൂട്ടത്തിൽ ആ ഒരു ഡിസ്ട്രിക്റ്റിൽ ഇന്ന് പലർക്കും അജ്ഞതയാണ്. അങ്ങോട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ടൂറിസം മേഖലയെ പോലും വല്ലാതെ ബാധിച്ചിരിക്കുന്ന ഈ ഒരു ജില്ലയിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, 28,000 5 സെൻറ്റ് സ്ഥലങ്ങൾ അവിടെ വന്നിട്ട് അവിടുത്തെ ജില്ലക്കാരായിക്കോട്ടെ പുറത്തുള്ളവരായിക്കോട്ടെ വാങ്ങി അതിൻ്റെ ആ പണം അവിടെയുള്ള പല കുടുംബങ്ങളിലേക്കും എത്തുമ്പോൾ നമ്മളൊരു ഉദാഹരണം മാത്രം പറയട്ടെ. ഇപ്പോൾ ഞങ്ങൾ ഈ ഗ്രൂപ്പ് ഫാർമർ വെൽഫെയർ അസോസിയേഷൻ അടുത്ത 25-ാം തീയതി, വരുന്ന 25-ാം തീയതി കൊടുക്കുന്ന 15 ലക്ഷം കൊണ്ട് അവിടെ ആ ഒരു കുടുംബത്തിലെ ഒരു മകളുടെ വിവാഹമാണ് അവർ നടത്തുന്നത്. അതുകൂടാതെ 30-ാം തീയതി കൊടുക്കുന്ന അഡ്വാൻസിൽ നിന്നും 10 ലക്ഷം ഒരു ക്യാൻസർ രോഗിയുടെ ഒരു അവയവം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഈ 2 കുടുംബങ്ങൾ കരഞ്ഞുകൊണ്ട് ഇന്നലെ വിളിച്ചു ഈ പത്ര വാർത്ത കണ്ടിട്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഞങ്ങളുടെ പദ്ധതിയിൽ നിന്നും ഒഴിവാവുമോ? ഈ 2 കാര്യങ്ങളാണ് നഷ്ടപ്പെടുന്നത് അവർക്ക്. ഒരു കുടുംബത്തിൽ നമ്മൾ സിമ്പതി പറയൊന്നുമല്ല, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു നാടിനെ, നമ്മുടെ രാജ്യത്തെ, ഇവിടെ നമുക്ക് 2000 ടൺ ചന്ദനമാണ് ആവശ്യം. അതിൽ വെറും 98 അല്ലെങ്കിൽ 100 ടണ്ണിൽ താഴെ മാത്രമാണ് ഇവിടെ ഉൽപ്പാദനം. ഇത് നമ്മുടെ അസ്തിത്വം തിരിച്ചു പിടിക്കാൻ, കാരണം ഇത് നമ്മുടെ കേരളത്തിൻ്റെയാണ്, മറയൂരിൻ്റെയാണ് ചന്ദനം. തെങ്ങ് ശ്രീലങ്കയുടേത് പോലെ, അല്ലെ റബ്ബർ ബ്രസീലിൻ്റെ പോലെ നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ അഭിമാനമായ ഒരു വൃക്ഷമാണ് ചന്ദനം. ഈ ചന്ദന തൈകളെക്കുറിച്ച് 2-3 വർഷക്കാലം പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രംഗത്തേക്ക് ഈ കൃഷിയിലൂടെ ഞങ്ങൾ ഓരോരുത്തരും ഇറങ്ങിയതെങ്കിൽ തീർച്ചയായിട്ടും ആ കൃഷിയുടെ അനുഗ്രഹീതമായ തലങ്ങൾക്ക് ഏറ്റവും നന്മ ചൊരിയാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ നന്മയിലേക്ക് ഞങ്ങളോടൊപ്പം നിങ്ങളുടെ എവിടെയും സഹകരണവും സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ഒരുപാട് തിരക്കൾക്കിടയിലും എത്തിച്ചേർന്നുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച സ്നേഹിച്ച എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കുമുള്ള നന്ദിയും കടപ്പാടും സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമിംഗ് വെൽഫെയർ അസോസിയേഷൻ ഇവിടെ ഓരോരുത്തർക്കും പറഞ്ഞുകൊണ്ട് നമുക്ക് സ്നേഹപൂർവ്വം വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.